ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെയ്യപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മളിതെന്താ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിലൊക്കെ നന്നായിട്ട് ആരെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി നെയ്യപ്പമാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ ഞാനൊന്ന് പുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പുതിർത്തെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കാം. ഞാനൊരു 3 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒരു 4 എണ്ണമൊക്കെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു 3 എണ്ണം ചേർത്താൽ അത്യാവശ്യം പാകത്തിനുള്ള മധുരം ഉണ്ടാകും. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയ ചൂടൊക്കെ ഒന്ന് പോയിട്ട് ചെറിയൊരു ചൂട് മതി, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ശർക്കര പാനിയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ, അത്ര കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് അരി മാറ്റി കൊടുക്കാം. ഞാനിതൊരു 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഒറ്റ പ്രാവശ്യമായിട്ട് അരക്കാനായിട്ട് എൻ്റെ മിക്സിയുടെ ജാറിൽ സാധിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ശർക്കര പാനിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് അരക്കേണ്ട കേട്ടോ. അതുകൊണ്ടാണ് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, നെയ്യ് പോലെ. അപ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവണം. ആ ഒരു തരിതരിപ്പോട് കൂടി മാത്രം അരച്ചെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അരച്ചെടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനി മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ ഏലക്കയും ജീരകമൊക്കെ ചേർക്കും. അപ്പോൾ അത് ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൊടികളില്ലെങ്കിൽ ജീരകവും ഏലക്കയൊക്കെ ഇത് അരി അരയ്ക്കുന്ന സമയത്ത് അതിലേക്കിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. നമ്മളിതാ 2 പ്രാവശ്യം അരച്ചതും കൂടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ചേർക്കണം കേട്ടോ. അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, നല്ലൊരു സോഫ്റ്റും കിട്ടും. അപ്പോൾ അതെ, ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി അരയ്ക്കുന്ന സമയത്ത് ജീരകവും ഏലക്കയും മുഴുവനോടെ ആണെങ്കിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ അരിയുടെ ഒപ്പം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ചുടുകയാണെങ്കിൽ നമുക്ക് ഈ അപ്പസോഡ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് 1 പിഞ്ച് അപ്പസോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ നെയ്യ് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും മാവ് ഒരുപാട് തിക്കായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ നെയ്യപ്പം തയ്യാറാക്കി എടുക്കാൻ. അങ്ങനെ ആ മാവിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ നെയ്യപ്പവും നല്ല അടിപൊളിയായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്യ് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, മാവിൻ്റെ ആ കൺസിസ്റ്റൻസി ഈ രീതിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ അതെ, ഞാൻ ഇതേപോലെ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത്. പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എണ്ണയുടെ ചൂട് ക്രമീകരിച്ച് വേണം നമ്മൾ ഈ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാൻ. ഒരു തവി മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തവയൊക്കെ ആണെങ്കിൽ ഒരു തവി നിറച്ചൊഴിക്കാം.
ഒരുപാട് വലിയ തവിയാണെങ്കിൽ ഒരു പകുതി മാവൊക്കെ ആ തവിയുടെ പകുതി മാവൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതാ ഇത് ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ഓയിൽ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിടാം. ഒഴിച്ച ഉടനെ തന്നെ മറിച്ചിടുകയും ചെയ്യരുത്. അങ്ങനെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി നെയ്യപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. എണ്ണയുടെ ചൂടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് പുറം ഭാഗം ആയി കിട്ടും, പക്ഷേ ഉള്ളിൽ വേഗാതെയും വരും. അപ്പോൾ അതാ ഒരെണ്ണം ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നെയ്യപ്പമാണ്. അപ്പോൾ ചായയുടെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്, ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.